വെൽക്കം ടു ബാദൂസ് മീഡിയ. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നത് കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് അടുക്കളയിലെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും. അത്രക്കും നല്ല ടിപ്സുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പാല് കൊടുക്കാറുണ്ട് കേട്ടോ. പുറത്തേക്ക് ആട്ടിൻ്റെ പാലാണ് കൊടുക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കുപ്പികളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ആ കുപ്പികളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെറുനാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനതാ ഒഴിവാക്കാൻ വെച്ച, അതായത് വേസ്റ്റാക്കിയ ചെറുനാരങ്ങയുടെ തോലിയുണ്ട്. അതിൻ്റെ നീര്, അതിൻ്റെ ചണ്ടിയൊക്കെ ഇങ്ങനെ കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വേണമെങ്കിൽ എന്തെങ്കിലും സോപ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കുലുക്കി ഒന്ന് വെള്ളം ഒഴിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുപ്പിയിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. പാലും കേടുവരില്ല, നമ്മുടെ കുപ്പിക്ക് ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ആ നാരങ്ങൻ്റെ തോല് കളയണ്ട. നമ്മൾ പാത്രം കഴുകുന്ന ശീല സ്ക്രബ്ബറൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയെടുക്കുന്ന പാത്രത്തിനും നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ബോട്ടിലുകളും ഒരു ചെറിയൊരു പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കുത്തനെ വെക്കും. അപ്പോൾ അതിലെ വെള്ളവും ഊറിക്കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റേഷൻ കടയിലെ അരി കഴുകാൻ നമ്മൾ കുറച്ച് സുർക്ക ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലും പിന്നെ ഒരു പുളിപ്പും ഉണ്ടാവുമല്ലോ ചില അരിക്കൊക്കെ. എല്ലാ ആഴ്ചൻ്റെ അരിക്കും ഉണ്ടാവില്ല, എല്ലാ മാസത്തിലെ അരിക്കും ഉണ്ടാവില്ല. ചില അരിക്ക് ഒരു വേറൊരു സ്മെല്ലും നമുക്ക് ചിലപ്പോൾ മുഖത്തേക്ക് കൊണ്ടുപോകാൻ തോന്നൂല, അത്രയ്ക്കും സ്മെല്ലുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് സുർക്ക ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നാക്കി ഒന്ന് കഴുകി കുറേ സമയം കഴുകണം കേട്ടോ. കൈവച്ച് തന്നെ കഴുകണം. കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ല വൃത്തിയുള്ള നല്ല മൊഞ്ചുള്ള അരിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴുകിയ വെള്ളത്തിന് ഭയങ്കര വെള്ള കളറും ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കണേ. ചില കുട്ടികളൊന്നും ഈ ഒരു നമ്മളെ സ്കൂളിൽ നിന്നൊന്നും ഈ ഒരു അരി വെച്ചിട്ട് നമ്മൾ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കൂല. അതായത് അവിടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ചോറ് കഴിക്കൂല. അതിന് വെച്ചാൽ സ്മെല്ലാണ്, ഞാനത് കഴിക്കൂല എന്നാണ് പറയട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് അവരിങ്ങനെ വാശി പിടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് സുർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിക്ക് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ്, എനിക്കിവിടെ കുറച്ച് മത്തി കിട്ടിയിരുന്നു. ആ മത്തി ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിതാ ഒരു ബോട്ടിലിൻ്റെ ഒരു മൂടി എടുത്തിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ ആ ഒരു ചിതമ്പലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എത്ര മീനുണ്ടെങ്കിലും നമ്മളൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചിതമ്പൽ വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയൊന്നും ഇല്ലാതെ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമേ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി. നല്ല ഈസി ആയിട്ട് നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കുറച്ച് ഐസ് വിടാനും കുറച്ച് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മീനാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നല്ലൊരു ഉപയോഗപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ, ഞാനിവിടെ കുറച്ച് നാടൻ കോഴിമുട്ട പുഴുങ്ങാനെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു കോഴിമുട്ടക്ക് ഒരു ചെറിയൊരു പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കൂട്ടുന്ന എടുത്ത് വെക്കുമ്പോൾ തന്നെ അതിമേലൊരു ഓട്ട കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് പൊട്ടിയ കോഴിമുട്ടയായാലും അല്ലാത്ത കോഴിമുട്ടയായാലും ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊട്ടിയ കോഴിമുട്ട ഒന്നും ആവാതെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഞാനിങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്കും കൂടി ഒന്ന്
പകർന്നു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ കോഴിമുട്ട കാണുന്നുണ്ടല്ലോ, പൊട്ടിയ കോഴിമുട്ട. അത് ഒന്നും ആയിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഇതുപോലെ തളിച്ച വെള്ളത്തിലേക്കല്ല ഇട്ടിട്ടുള്ളത് എങ്കിൽ ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ വെള്ളം, ആ സാധനം പുറത്ത് വന്നിട്ട് ആ വെള്ളവും ആ കോഴിമുട്ടയും ഒക്കെ നാശമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാകും. ഇനി അവിടെ വെന്ത് വരട്ടെ, വെന്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ അത് കോഴിമുട്ടൊക്കെ ഇവിടെ ഇതുപോലെ നന്നായി തിളച്ച് കഴിഞ്ഞ് ഞാനിതുപോലെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ആ പൊട്ടിയ കോഴിമുട്ടക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.